പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ അംഗൻവാടി തലങ്ങളിൽ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് എല്ലാ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ കൈ കഴുകലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സംഘടിപ്പിച്ചതെങ്കിൽ അത് ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് തുടർന്ന് കാണുക. അപ്പോൾ നമ്മൾ ഓരോ സെൻറ്ററിനും കൃത്യമായി അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും. അത് കൃത്യമായി ഈ കാണുന്ന യൂസർ നെയിം പാസ്വേഡ് എന്ന ഭാഗത്ത് തെറ്റുകൂടാതെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ലോഗിൻ എന്ന് കാണുന്ന ഈ നീല ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകേണ്ടത്. ഓർക്കുക, ഈ പേജിലോട്ട് എത്താനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. പലവർക്കും ട്രീ പ്ലാന്റേഷൻ എന്നുള്ള രൂപത്തിലേക്ക് പേജ് വരും. അവിടെയല്ല നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. കൃത്യമായി തന്നിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് പോഷൻ മായയുടെ പേജിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തെറ്റുകൂടാതെ അത് കൃത്യമായി ചെയ്തതിന് ശേഷം ലോഗിൻ എന്ന് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം എന്നുള്ള ഈ പേജിലോട്ട് എത്താൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് ഗ്രൂപ്പ് എന്ന് കാണുന്ന ഭാഗം ശ്രദ്ധിക്കുക. പോഷൻ മായാണ്. ഇവിടെയാണ് പലരും ട്രീ പ്ലാന്റേഷൻ എന്ന് കാണുക. ഇവിടെ പോഷൻ മാ വന്നു എന്നുള്ളത് കൂടെ നിങ്ങൾ ഉറപ്പാക്കണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം തീമാണ്. നമുക്ക് ഈ പോഷൻ മായുടെ ഭാഗമായിട്ട് 6 തീമുകളാണുള്ളത്. ഈ 6 തീമുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ആക്ടിവിറ്റികളാണ് നമ്മൾ ഓരോ ദിവസങ്ങളും ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മൾ നടത്തിയ പ്രവർത്തനം എന്ന് പറയുന്നത് കൈ കഴുകലിൻ്റെ പ്രാധാന്യമാണ്. ഹാൻഡ് വാഷിംഗ് അവയർനെസ് ക്ലാസ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീം എന്ന് പറയുന്നത് ഇൻഫാൻറ്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡിംഗ് എന്നുള്ളത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കണം. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓർഗനൈസർ എന്ന് പറയുന്നത് MOWCD ആണ്, മാറ്റമില്ല. പിന്നെ ലെവലാണ്. ഈ ലെവൽ എന്ന് കാണുന്ന അവിടെ ബ്ലോക്ക് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അത് ക്ലിക്ക് ചെയ്തിട്ട് AWC എന്ന് മാറ്റണം. അങ്ങനെ AWC എന്ന് മാറ്റിക്കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് സെലക്ട് AWC എന്നുള്ളൊരു കോളം താഴെ വരും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്റ്റിന് കീഴിലുള്ള ഒരുപാട് സെൻറ്ററുകളുടെ ലിസ്റ്റ് കാണും. അതിൽ നിന്നും നിങ്ങളുടെ സെൻറ്റർ കൃത്യമായി സെലക്ട് ചെയ്തെടുക്കണം. ഏതെങ്കിലും സെൻറ്റർ മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ നടത്തിയ പ്രവർത്തനവും നിങ്ങളുടെ അംഗൻവാടിയിലെ ഫോട്ടോ ഒക്കെ വേറെ സെൻറ്ററിലോട്ട് മാറിപ്പോകും. അത് പോവാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായി സെലക്ട് AWC എന്ന് ക്ലിക്ക് ചെയ്ത ഉടനെ പ്രൊജക്റ്റിന് കീഴിൽ വരുന്ന സെൻറ്ററിൽ നിന്നും നിങ്ങളുടെ സെൻറ്റർ കറക്റ്റായിട്ട് അവിടെ ക്ലിക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് എടുത്തതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അങ്ങനെ പോകുന്ന സമയം നമ്മൾക്ക് പിന്നീട് ചോദ്യം വരുന്നത് ആക്ടിവിറ്റി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. നമുക്കറിയാം ഈ തീമിന് താഴെ, അതായത് ഇൻഫാൻറ്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡിംഗ് എന്നുള്ള തീമിന് കീഴിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. ഈ ആക്ടിവിറ്റികളിൽ നിന്നും നമുക്ക് 5 ആക്ടിവിറ്റി ഓരോ പ്രവർത്തനവുമായിട്ട് സെലക്ട് ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മളിപ്പോൾ കൈ കഴുകലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രവർത്തനമായതുകൊണ്ട് തന്നെ അവയർനെസ് ഓൺ വാഷ് എന്നുള്ളതാണ് ആദ്യത്തെ ആക്ടിവിറ്റിയായി എടുക്കേണ്ടത്. തുടർന്ന് ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ആക്ടിവിറ്റി വേണമെങ്കിലും അവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ ആക്ടിവിറ്റിയും സെലക്ട് ചെയ്തിട്ടാവണം ഓരോ പ്രവർത്തനവും അല്ലെങ്കിൽ ഓരോ എൻട്രി നമ്മൾ പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് അവയർനെസ് ഓൺ വാഷ് എന്ന് നിങ്ങൾക്ക് കാണും. അത് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവൻറ്റ് ഡേറ്റ് ആണ്. ഏത് ദിവസത്തിലാണോ നിങ്ങൾ ഈ അവയർനെസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രവർത്തനം നടത്തുന്നത് ആ ഡേറ്റ് തന്നെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കലണ്ടർ വരും. അതിൽ നിന്ന് ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. ഇത്രയും കൃത്യമായി മനസ്സിലാക്കി എന്നാണ് നമ്മൾ കരുതുന്നത്. അതിനുശേഷം പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ എത്ര ആളുകളാണ് നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അംഗൻവാടിയിൽ വന്നു ചേർന്നത് എന്നുള്ളതിൻ്റെ കാറ്റഗറിയും എണ്ണവും കൃത്യമായി തെറ്റുകൂടാതെ അവിടെ രേഖപ്പെടുത്തുക. അവിടെ അഡൾട്ട് എന്ന് പറയുന്നത് 18 വയസ്സും അതിന് മുകളിലുള്ള ആൺകുട്ടികൾ എത്ര അല്ലെങ്കിൽ ആണുങ്ങൾ എത്ര, സ്ത്രീകൾ എത്ര എന്നുള്ളത് സെപ്പറേറ്റ് കോളം കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ തന്നെ അവിടെ കൃത്യമായിട്ടുള്ള എണ്ണം, വന്നവരുടെ കൃത്യമായിട്ടുള്ള എണ്ണം മാത്രമേ അവിടെ കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ കുട്ടികളുടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ആൺകുട്ടികൾ എത്ര, പെൺകുട്ടികൾ എത്ര. പ്രീ സ്കൂളും അല്ലാത്ത കുട്ടികളെയും ഒരുമിച്ചാണ് അവിടെ നമ്മൾ എണ്ണം കൊടുക്കേണ്ടത്. അതിനുശേഷം AG കുട്ടികളുടെ എണ്ണം കൃത്യമായി വേർതിരിച്ച് കൊണ്ട് തന്നെ കോളം കൊടുത്തിട്ടുണ്ട്. കാരണം AG എന്ന് പറയുന്നത് അഡോളസെന്റ് ഗേൾസ് എന്ന് പറയുന്നത് നമ്മളുടെ ഗുണഭോക്താക്കളിൽപ്പെട്ട കുട്ടികളാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെത്ര പേരാണ് ഈ പ്രവർത്തനത്തിൽ ഭാഗമായിട്ടുള്ളത് അവരുടെ എണ്ണം കൂടെ ആ കോളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഓട്ടോമാറ്റിക്കായിട്ട് എത്ര ആളുകൾ, എത്ര ഫീമെയിൽ, എത്ര മെയിൽ എന്നുള്ളത് നിങ്ങൾക്ക് താഴെ ഓട്ടോമാറ്റിക്കായിട്ട് കാണാൻ സാധിക്കും. ഈ പ്രവർത്തനങ്ങൾ, ഈ പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ കൊടുക്കേണ്ടത് ഫോട്ടോ അപ്ലോഡിംഗ് ആണ്. നമുക്കറിയാം നമ്മളെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ടീച്ചർ ക്ലാസ് കൊടുക്കുന്നതും കൈ കഴുകുന്ന ഫോട്ടോ എടുക്കാം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എടുക്കാം, ഹെൽപ്പർ സഹായിക്കുന്നത് എടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫോട്ടോ രൂപത്തിലെടുത്ത് നമ്മളുടെ ഫോണിനകത്തേക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ ടീച്ചേഴ്സ് ഒരുപാട് ഫോട്ടോസ് ഉണ്ടുമ്പോൾ കൊളേഷ് ആക്കലുണ്ട്. ഈ കൊളേഷ് ആക്കി കഴിഞ്ഞാൽ ഈ ഫോട്ടോ 2 MB കൂടാൻ പാടുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതെല്ലാം കൃത്യമായി ബ്രൗസ്
സോഴ്സ് ഫയൽ കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനാണ് അവിടെ വരിക. ഈ ഡിസ്ക്രിപ്ഷൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഹാൻഡ് വാഷ് അവയർനെസ് ക്ലാസ് എന്നുള്ളത് നിങ്ങൾക്ക് ചെറു രൂപത്തിൽ അവിടെ കൊടുക്കാൻ സാധിക്കും. ഹാൻഡ് വാഷ് അവയർനെസ് ക്ലാസ് എന്നുള്ളത് മാത്രം അവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴെ സബ്മിറ്റ് എന്ന് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ ആക്ടിവിറ്റി എൻട്രി ആയിട്ട് രേഖപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഒരു ആക്ടിവിറ്റി മാത്രമാണ് അല്ലെങ്കിൽ ഒരു എൻട്രിയാണ് നമ്മളിപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം തുടർന്ന് 4 എൻട്രി വരെ നിങ്ങൾക്ക് ചെയ്ത് പൂർത്തിയാക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തീം ഒന്ന് തന്നെയാണ്. ആക്ടിവിറ്റി എടുക്കുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റികൾ കാണും. അതിൽ നിങ്ങൾ ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെയാണോ നിങ്ങൾക്ക് അനുയോജ്യമായി തോന്നുന്നത് ആ ആക്ടിവിറ്റികളൊക്കെ തന്നെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയോടുകൂടെ നിങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും ജനാന്തോളൻ ഡാഷ്ബോർഡിലേക്ക് വരുന്നില്ല എന്നതിനർത്ഥം കുറേ ഡീറ്റെയിൽസ് ജനാന്തോളൻ ഡാഷ്ബോർഡ് വിട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതങ്ങനെ ആവരുത്. നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തതിന് ശേഷം ആ ഫോട്ടോ ഓരോന്ന് വീതം അല്ലെങ്കിൽ കൊളാഷാക്കി ഈ ആക്ടിവിറ്റി എൻ്റർ ചെയ്ത് നമ്മുടെ ഡാഷ്ബോർഡ് കൂടെ സക്സസ്ഫുള്ളി സബ്മിറ്റ് കൊടുത്തതിന് ശേഷം അവസാനിപ്പിക്കുക. താങ്ക്